രണ്ട് അനുസ്മരണത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. കാരണം കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ വ്യക്തമായിട്ടുള്ള ബന്ധമുള്ള ഒരു കുടുംബമാണ് ആദരണീയനായിട്ടുള്ള ഈ കൃഷ്ണൻ എഴുത്തച്ഛൻ്റെ കുടുംബം എന്ന് പറയുന്നത്. ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി കൊണ്ടുവന്ന ഏറ്റവും വലിയ ഒരു വിഷയം, അത് നെന്മാറയിൽ നിന്ന് MLA ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നിയമസഭാ പ്രസംഗങ്ങളിൽ ഉപയോഗിച്ച ഞങ്ങളുടെ പല ചിന്തകളിലും പ്രവൃത്തികളിലും അദ്ദേഹത്തിൻ്റെ വാചകങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും ഞങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിച്ച, എന്നാൽ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനകത്തേക്ക് കുടുംബം തന്നെ കടന്നു വന്നിട്ട് വർഷങ്ങളായി എന്നുള്ളത് അറിവിൽ നിൽക്കെയാണ് ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതൃത്വം ഇത്തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് ഇതിനെ വിധേയമാക്കിയത്. ഇപ്പോൾ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ശ്രീമാൻ കരുണാകരൻ, അദ്ദേഹത്തിന്റെ മകൾ പത്മജ അവർ BJPക്ക് അകത്തു ചേർന്നു. അവരുടെ അച്ഛന്റെ സ്മൃതി മണ്ഡപത്തിൽ അവർ പുഷ്പാർച്ചന നടത്തും. അവരുടെ സഹോദരൻ ശ്രീമാൻ മുരളീധരന്റെ കൂടെയുള്ള കോൺഗ്രസുകാരും ശ്രീമാൻ മുരളീധരനും അവിടെ പുഷ്പാർച്ചന നടത്തും. ഞങ്ങൾ ആരും അതൊന്നും വിവാദമാക്കാൻ പോയിട്ടില്ല. ഇവിടെ ഈ നാടിന്റെ ഒരു റോഡ് അദ്ദേഹത്തിന്റെ പേരിൽ, ആ റോഡിന് അദ്ദേഹത്തിന്റെ പേര് പോലും ഇടാൻ താല്പര്യം കാണിക്കാത്ത കോൺഗ്രസുകാർ ഉള്ള ഒരു നാട്ടിലാണ് ഈ വിഷയത്തെ ഇത്ര കണ്ട് ചർച്ച ചെയ്ത് നാശകോശമാക്കിയത്. അതും സുധീരൻ സാർ അതിന് നേതൃത്വം കൊടുത്തു എന്ന് പറയുമ്പോൾ ഞാനതിനെ നോക്കിക്കാണുന്നത്, ഭാവിയിൽ ഇപ്പോൾ നോട്ടീസ് അടിക്കുമ്പോഴും പോസ്റ്റർ അടിക്കുമ്പോഴും ഒക്കെ സമാസമമായിട്ട് പ്രവർത്തിച്ച കോൺഗ്രസുകാർ ഇടത്തോ വലത്തോ പിറകിലോ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് പ്രശ്നമില്ല. എന്നാൽ വളരെ വരേണ്യരായിട്ടുള്ള കോൺഗ്രസിന്റെ പല ആളുകളുടെയും മുഖം അത് ഒറ്റ നാണയത്തിന്റെ വലിപ്പത്തിലേക്ക് ആയി തുടങ്ങി എന്നുള്ളത് കൂടി സുധീരൻ സാർ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്താൽ നല്ലതാണ് എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ ആരാധനായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി, അദ്ദേഹം ഇവിടെ വരികയും ഇവിടെ ഒരു ചില സ്ഥാപനം നടത്തുകയും ചെയ്തിട്ടും ആരും ഇത് വാർത്തയാക്കിയില്ലല്ലോ. ഒരു കോൺഗ്രസുകാരും അന്ന് രംഗത്ത് വന്നില്ലല്ലോ. അപ്പൊ ഇപ്പോ ഇത്തരത്തിൽ ഒരു വിവാദത്തിന് തിരികൊളുത്തുന്നതും നേതൃത്വം കൊടുക്കുന്നതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ചില വ്യക്തികളാണ് എന്ന് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഞങ്ങൾക്ക് പറയാനുള്ളത്, കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി കോൺഗ്രസിലെ അതിപ്രഗത്ഭന്മാരായിട്ടുള്ള കെങ്കേമന്മാരായിട്ടുള്ള പല നേതാക്കന്മാരും നമ്മുടെ ഭാരതത്തിൽ കാശ്മീർ മുതൽ ഇങ്ങ് കേരളം വരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൊടി പിടിച്ചു കഴിഞ്ഞു. അത് വ്യാപകമായി രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റമാണ്. അതിൽ ചിലരൊക്കെ മുഖ്യമന്ത്രിയായി, ചിലർ കേന്ദ്രമന്ത്രിമാരായിട്ടുണ്ട്. അപ്പൊ ആ ഒരു മാറ്റത്തെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പാരമ്പര്യത്തെ കാത്തുസൂക്ഷിക്കുക, നിങ്ങളുടെ നേതാക്കന്മാരെ നെഞ്ചേറ്റുക. അങ്ങനെ നിങ്ങൾ പ്രവർത്തിക്കുകയാണ് ചെയ്യുകയാണ് എങ്കിൽ അത് മറ്റുള്ളവർക്ക് ബോധ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ നാട്ടിലുണ്ടാവില്ല. എന്തായാലും വളരെ അറിവും പ്രാപ്തിയും കഴിവുമുള്ള സ്വർഗീയനായിട്ടുള്ള കൃഷ്ണൻ എഴുത്തച്ഛന്റെ മകൻ ഞങ്ങളുടെ ഒപ്പം ചേർന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ജനാധിപത്യ ബോധവും അദ്ദേഹത്തിന്റെ യഥാർത്ഥ കോൺഗ്രസ് എന്താണ് എന്നുള്ള മനസ്സിലാക്കലും ആ കുടുംബത്തിന്റെ ഉള്ളത് കൊണ്ടാണ് എന്ന് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാം. അനിൽ ആന്റണി വന്നു, പത്മജ വന്നു, അങ്ങനെ ഒത്തിരി കോൺഗ്രസ് നേതാക്കൾ BJPയിലേക്ക് വന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഈ KPCC പ്രസിഡന്റ് സ്ഥാനമാറ്റത്തെ തുടർന്ന് ഇന്ന് നടക്കേണ്ടിയിരുന്ന യോഗത്തിൽ പോലും K. സുധാകരൻ പങ്കെടുത്തിട്ടില്ല. അപ്പോൾ വേണമെങ്കിൽ K. സുധാകരൻ നാളുകളിൽ BJPയിലേക്ക് വരാം. അല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് അനുഭവമാണ് പറഞ്ഞത്. ശ്രീമാൻ അനിൽ ആന്റണി ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ രാജ്യം ചർച്ച ചെയ്യപ്പെട്ട എത്രയോ വലിയ പദവികളിലിരുന്ന ആന്റണിയുടെ മകന് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൊടി പിടിക്കാൻ സാധിച്ചു. കേരളത്തിന്റെ ഒരു കാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചാണക്യൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ശ്രീമാൻ കരുണാകരന്റെ മകൾ ശ്രീമതി പത്മജ ഞങ്ങളുടെ പാർട്ടിക്കകത്തേക്ക് വന്നു. ഞങ്ങളെ സംബന്ധിച്ച് കോൺഗ്രസിലെ അനിഷേധ്യരായിട്ടുള്ള പല നേതാക്കന്മാരും, അത് വലിയ രീതിയിൽ പ്രവർത്തിക്കുന്നവരാവട്ടെ ചെറിയ രീതിയിൽ പ്രവർത്തിക്കുന്നവരാവട്ടെ, ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് ആര് എപ്പോൾ വരുന്നു എന്നതിനെക്കുറിച്ച് നമ്മളിപ്പോൾ മുൻകൂട്ടി പറയേണ്ട ഒരാവശ്യവുമില്ല. എന്തായാലും പരിപാടിയിൽ പോയിട്ടില്ല എന്നുള്ളത് അത് തീർച്ചയായിട്ടും കേരളം ചർച്ച ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നേരത്തെ പത്മജ വന്നപ്പോൾ BJPയിലേക്ക് വന്നപ്പോൾ പറഞ്ഞിരുന്നു ഇനിയും ഒരുപാട് ആളുകൾ പുറകെ വരാൻ കോൺഗ്രസിൽ നിന്ന് വരാനിരിക്കുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ പിന്നെ നടന്നിരുന്നോ? ഈ ഒരു ഘട്ടത്തിൽ അത്തരത്തിലുള്ള വരവിന് സാധ്യതകൾ കൂടുതലായിട്ടുണ്ടോ? അല്ല, ഇപ്പോ ഭാരതീയ ജനതാ പാർട്ടിയുടെ പുതിയ പ്രസിഡന്റ് വന്നതിന് ശേഷം എത്രയോ ആളുകളുമായിട്ട് അദ്ദേഹം കാണുന്നുണ്ട്.
അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് കാണാൻ ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ വളരെ നല്ല സന്തോഷമുള്ള വസ്തുതകൾ തന്നെയാണ് ഭാവിയിലും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കോൺഗ്രസിൽ നിന്ന് അല്ലല്ല, എല്ലാ പാർട്ടികളിൽ നിന്നും. കാരണം ഇവിടെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ മത്സരിച്ച ആലപ്പുഴയിലെ കണ്ടല്ലൂർ ഭരിച്ചത് കോൺഗ്രസ് ആയിരുന്നു. ആ കണ്ടല്ലൂർ പഞ്ചായത്തിലെ കോൺഗ്രസിലെ ബഹുഭൂരിപക്ഷം വരുന്ന വോട്ടും താമര ചിഹ്നത്തിലേക്ക് വന്ന് BJP അവിടെ 1ാം സ്ഥാനത്തായി. അതുപോലെ തന്നെ ഇടതുപക്ഷം ഭരിച്ചിരുന്ന വിവിധങ്ങളായിട്ടുള്ള സ്ഥലങ്ങൾ, ചെട്ടിക്കുളങ്ങര, ദേവികുളങ്ങര തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലെല്ലാം അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് ചെയ്തിരുന്നവർ മൊത്തമായിട്ട് താമരയിൽ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഇത് അവിടെ മാത്രമല്ല, തൃശ്ശൂരിൽ എന്താ സംഭവിച്ചത്? ശ്രീമാൻ സുരേഷ് ഗോപിയോടൊപ്പം കോൺഗ്രസിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളുടെയും വോട്ട് താമരയിൽ, മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളുടെയും വോട്ട് ചില പ്രദേശങ്ങളിൽ താമരയിൽ. ഇത് കണ്ണൂരിലെ പിണറായി വിജയന്റെ പാറപ്പുറത്തും വോട്ട് ഞങ്ങളുടെ ഡബിളും ത്രിബിളും ഒക്കെ ബൂത്തുകളിൽ ആവുന്നുണ്ട് എന്ന് പറയുമ്പോൾ പ്രത്യയശാസ്ത്ര പ്രതിബദ്ധത എന്നുള്ളത് രണ്ട് പാർട്ടികളിൽ നിന്നും, നിങ്ങൾ ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ വളർച്ചയൊന്ന് പരിശോധിക്കുക, മാർക്സിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയും പരിശോധിക്കുക, BJPയുടെ വളർച്ച പരിശോധിക്കുക. അപ്പൊ ഭാരതീയ ജനതാ പാർട്ടി മാത്രം എന്തുകൊണ്ട് കേരളത്തിൽ വളരുന്ന രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറുന്നു? കാരണം ജനങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. ഇപ്പൊ തന്നെ യുദ്ധത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയാണ്. നമ്മളെല്ലാവരും സമാധാനത്തോടുകൂടി നമ്മുടെ നാട് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിച്ച സമയത്ത് എത്ര നിരുത്തരവാദപരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ രണ്ട് പാർട്ടികളുടെയും അവരുടെ മനസ്സിൽ നിന്ന് വന്നത്. AICCയുടെ റിപ്പോർട്ട് അവർക്ക് തിരുത്തേണ്ടി വന്നു. ഖാർഗെയും അതുപോലെ തന്നെ KC വേണുഗോപാലും ഒക്കെ ഒരുമിച്ച് ആലോചിച്ച് കൊടുത്ത പത്രക്കുറിപ്പ് തിരുത്തി പറയേണ്ടി വന്നു. കാരണം കാശ്മീരിലെ ഒമർ അബ്ദുള്ളയെ പോലുള്ള ആളുകൾക്ക് എതിർപ്പ് പ്രകടിപ്പിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ MA ബേബിക്ക് 370 വകുപ്പ് എടുത്തു കളഞ്ഞതുകൊണ്ടാണ് യുദ്ധമുണ്ടായത് എന്ന് പോലും പറയേണ്ട, ആത്മാർത്ഥതയില്ലാത്ത, ദേശസ്നേഹമില്ലാത്ത കമന്റുകൾ പുറത്തു പറയേണ്ട ഒരു സാഹചര്യമുണ്ടായി. അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് രാജ്യം അരോഗ ദൃഢഗാത്രമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ആ രാജ്യത്തിന്റെ മുന്നേറ്റത്തിൽ ആകൃഷ്ടരായിക്കൊണ്ട് വലിയ വ്യാപകമായിട്ടുള്ള മാറ്റം വരാൻ പോകുന്ന നാളുകളിൽ BJPക്ക് അനുകൂലമായിട്ട് ഉണ്ടാകും. BJP എന്ന് പറയുന്നത് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തും. എന്നാൽ BJPക്കാർ സാധാരണക്കാരായ ജോലിക്കാരെ പോലെ, സേവകരെ പോലെ രാജ്യഭരണകൂടത്തിന്റെ പ്രവർത്തനങ്ങൾ ആളുകളിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ജോലി ഞങ്ങൾ ചെയ്യും. സുധാകരൻ BJPയിലേക്ക് വന്നാൽ സ്വീകരിക്കും? അല്ല, തീർച്ചയായിട്ടും ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് ഇന്നത്തെ വാർത്ത വഴിതിരിച്ചു വിടണമെന്ന് ഒരു ചർച്ചയുണ്ട്, ചിന്തയുണ്ട് എന്ന് എനിക്കറിയാം. ഈ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് വേറൊരു ദിവസം പറയാം. ഇവിടെ സ്വർഗീയനായിട്ടുള്ള കൃഷ്ണൻ എഴുത്തച്ഛനെ കുറിച്ച് സ്മരിച്ചുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. വീണ്ടും നമുക്ക് ആ വിഷയം ചർച്ച ചെയ്യാം. വഹിച്ചിട്ടുണ്ട്. 2015 BJPയുടെ ജില്ലാ പഞ്ചായത്തിലേക്ക് BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുണ്ട്. ശോഭ ചേച്ചിയെ ക്ഷണിക്കുന്നു. ഈ വേദിയിൽ നമ്മളോടൊപ്പമുള്ള ആരാധ്യനായിട്ടുള്ള ജയഗോവിന്ദൻജി, വേദിയിൽ സ്വാഗതം ആശംസിച്ച ശ്രീമാൻ ഹരി സി നരേന്ദ്രൻ, അവണേശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ്, ഭാരതീയ ജനതാ പാർട്ടിയുടെ തൃശൂർ ജില്ലയുടെ അമരക്കാരനും നമുക്കെല്ലാവർക്കും സുപരിചിതനുമായിട്ടുള്ള ബഹുമാനപ്പെട്ട ജസ്റ്റിൻ ജേക്കബ്, ജില്ലയുടെ തന്നെ ജനറൽ സെക്രട്ടറി ശ്രീമാൻ ഹരി, പഞ്ചായത്തിന്റെ അധ്യക്ഷൻ, അവണേശ്ശേരി പഞ്ചായത്തിന്റെ ഭാരതീയ ജനതാ പാർട്ടിയുടെ അധ്യക്ഷൻ ശ്രീമാൻ ബാബീഷ്, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നിയോജക മണ്ഡലത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി ചിഞ്ചു, സ്നേഹനിധികളായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കൾ, ഏവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. വളരെ ഓരോ കൊച്ചുകുട്ടിയും ഈ പഞ്ചായത്തിൽ മാത്രമല്ല കേരളത്തിൽ ആകമാനം സ്മരിക്കപ്പെടേണ്ട ഒട്ടനവധി വ്യക്തിത്വങ്ങൾ സ്വാതന്ത്ര്യ സമര പോരാട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർമ്മനിരതരായിട്ട് നമുക്കുണ്ടായിരുന്നു. അതിലെല്ലാവർക്കും അറിയാം, സ്വർഗീയനായിട്ടുള്ള ശ്രീ കൃഷ്ണനെഴുത്തച്ഛൻ്റെ ഓർമ്മകൾ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ എല്ലാവരും ഹൃദയത്തിലേറ്റുന്നു എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു വസ്തുതയായിട്ടാണ് നമ്മളെല്ലാവരും കാണുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു കാലഘട്ടത്തിൽ
മഹാത്മാഗാന്ധിജി ഒരു തീവണ്ടി യാത്ര നടത്തുമ്പോൾ അതിസമ്പന്നയായിട്ടുള്ള ഒരു അമ്മ, ആ അമ്മയുടെ കയ്യിൽ സ്വർണത്തിന്റെ ഓട്ടുപാത്രം ഉണ്ടായിരുന്നു. ഓട്ടുപാത്രവുമായിട്ട് ആ അമ്മ മഹാത്മാഗാന്ധിജിയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അരികിൽ ചെല്ലുന്നതും, എന്നാൽ ട്രെയിൻ തൊട്ടടുത്ത സ്റ്റോപ്പിൽ നിർത്തിയ സമയത്ത് വെള്ളമെടുക്കാൻ വേണ്ടി അമ്മയുടെ സഹയാത്രികൻ, അമ്മയ്ക്ക് സഹോദര തുല്യനായിട്ടുള്ള ആൾ ഇറങ്ങിപ്പോകുന്നതും, എന്നാൽ ആ പാത്രവും എല്ലാം അവിടെ വെച്ചതിന് ശേഷം ഇറങ്ങിപ്പോയപ്പോൾ വെള്ളമെടുക്കുന്നതിനിടയിൽ അമ്മയുടെ അനുയായി ചോദിച്ചു, സ്വർണത്തിന്റെ പാത്രങ്ങളും നമ്മുടെ എല്ലാ ലഗേജും അവിടെ വെച്ചിരിക്കുകയാണ്. അപ്പൊ അമ്മ പറഞ്ഞു, ഇരിക്കുന്നത് കോൺഗ്രസ്സുകാരാണ്, അവിടെ 1000 കിലോ സ്വർണം വെച്ചാലും തിരിച്ചു ചെല്ലുമ്പോൾ അത് അവിടെ തന്നെ ഉണ്ടാകും എന്ന് പഴയകാല കോൺഗ്രസ്സുകാരെ കുറിച്ച് ആ അമ്മ പറഞ്ഞു എന്നുള്ളത് ഓർമ്മക്കുറിപ്പുകളിൽ എനിക്ക് വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നോ ആരാധ്യരായിട്ടുള്ള അന്നത്തെ പഴയകാല പ്രൗഢി വിളിച്ചോതുന്ന കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാക്കന്മാർ, ഇതുപോലെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി സർവസ്വവും ത്യജിച്ചിട്ടുള്ള കോൺഗ്രസിന്റെ ആരാധ്യരായിട്ടുള്ള ലീഡർഷിപ്പിൽ പ്രവർത്തിച്ച ആളുകൾ, അങ്ങനെയുള്ള ആളുകളെ അഭിനവ കോൺഗ്രസ് എന്തു ചെയ്തു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി ഒട്ടനവധി കാലം പ്രവർത്തിച്ച സർദാർ വല്ലഭായ് പട്ടേലിനെ, കോൺഗ്രസിന്റെ ഉരുക്കു മനുഷ്യനെ, അദ്ദേഹത്തിന് സുപ്രധാനമായ പദവി കൊടുക്കാതിരിക്കാൻ വേണ്ടി മഹാത്മാഗാന്ധിയുമായിട്ട് നീണ്ട മണിക്കൂറുകൾ ചർച്ച ചെയ്തത് ജവഹർലാൽ നെഹ്റുവാണ്. അങ്ങനെ ജവഹർലാൽ നെഹ്റുവിന് സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ അവകാശപ്പെട്ടതെല്ലാം ജവഹർലാൽ നെഹ്റു കുടുംബാധിപത്യത്തിലൂടെ നേടിയെടുത്ത ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ ചരിത്രത്തിന്റെ ബാക്കി പത്രമായിട്ട് നിലകൊള്ളുകയാണ്. അത് കഴിഞ്ഞു സീതാറാം കേസരി എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ ഒരു കാരണവുമില്ലാതെ ശക്തമായി പ്രവർത്തിക്കുന്ന കഴിവുകൾ തെളിയിച്ച സീതാറാം കേസരിയെ സോണിയ ഗാന്ധി എന്ന് പോലും പറയാൻ പറ്റില്ല, ഗണ്ഡി ഫാമിലിയാണ്, പക്ഷെ അത് ഗാന്ധി എന്നാക്കി സൗകര്യപൂർവ്വം അവർ മാറ്റി. നമ്മളും വിളിച്ച് അത് ഗാന്ധി കുടുംബമായി എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ത്യയിലെ മനുഷ്യർ അവര് വിളിച്ച് അത് ഗാന്ധി കുടുംബമായി. ആ സോണിയയ്ക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകാൻ വേണ്ടി സീതാറാം കേസരിയെ കുറെ കോൺഗ്രസുകാർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് പൊക്കിയെടുത്തിട്ടാണ് ഹാളിന്റെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവിടെ ഉപേക്ഷിച്ചത്. ആ പാരമ്പര്യമാണ് കോൺഗ്രസിനുള്ളത്. അതിനുശേഷം ഇന്ന് നമ്മളെ കേരളത്തിൽ കാണുന്ന ഇപ്പൊ സുധീരൻ സാർ വളരെയേറെ ഭാരതീയ ജനതാ പാർട്ടിക്കെതിരായിട്ട് സംസാരിക്കുകയുണ്ടായി. എന്നാൽ സുധീരൻ സാറിന് അറിയാമല്ലോ, സോണിയ മാഡത്തിന്റെ കൂടെ സാരി വാങ്ങാൻ പോകാനും, പ്രിയങ്ക ഗാന്ധി ഇടത്തോട്ട് തിരിയുമ്പോൾ ഇടത്തോട്ട് തിരിയാനും, വലത്തോട്ട് തിരിയുമ്പോൾ വലത്തോട്ട് തിരിയാനും, ഈ മകൻ മരമണ്ടനെ രാഹുൽ ഗാന്ധിയെ മര്യാദയ്ക്ക് ഉള്ള ബുദ്ധി വെച്ച് വഴി നടത്തിക്കാൻ സമ്മതിക്കാതിരിക്കാനും ഒക്കെ പരിശ്രമിച്ച KC വേണുഗോപാലിന് എന്തുകൊണ്ട് ഇത്രയും വലിയ ഉന്നത പദവി അവിടെ കൊടുത്തു? എന്താ കൊടുക്കാൻ കാരണം? ആ കുടുംബത്തിലെ ഗ്ലാസ് കഴുകുന്ന, അടുക്കളയിലെ ഗ്ലാസ് കഴുകുന്ന സ്ഥലം മുതൽ സോണിയ മാഡത്തിന്റെ മാർക്കറ്റിലെ ചന്തയിലെ സാധന സാമഗ്രികൾ വാങ്ങാൻ പോകുന്നത് ഉൾപ്പെടെ വയനാട് മത്സരിക്കാൻ വരുമ്പോ പ്രിയങ്ക ഗാന്ധിക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഉൾപ്പെടെ എല്ലാം ചെയ്യുന്ന ആൾ ആരാണ്? KC വേണുഗോപാലാണ്. അതുകൊണ്ടാണ് KC വേണുഗോപാലിന് ഉന്നതമായിട്ടുള്ള പദവി കോൺഗ്രസ് കൊടുത്തത്. അല്ലാതെ ആനപ്പുറത്തിരുന്ന തഴമ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് KC വേണുഗോപാൽ ഉന്നതനായപ്പോ എന്തേ സുധീരൻ സാറിനെ ആക്കാതിരുന്നത്? മദ്യവിരുദ്ധ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത VM സുധീരൻ, കേരളത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായി പോലും ആളുകൾക്ക് ബഹുമാനമുണ്ടായിരുന്ന VM സുധീരനെ വയസ്സനായിട്ടാണോ ഇപ്പോ അടിച്ചുകൂട്ടി ഒരു മൂലക്കിരുത്തിയിട്ടുള്ളത് കോൺഗ്രസുകാർ? അത് BJP ആണോ അതിന്റെ കുറ്റം? അല്ല. കുടുംബാധിപത്യ വ്യവസ്ഥിതിയിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദേശീയ തലത്തിൽ തകർന്നുപോയി. അങ്ങനെ തകർന്നു പോയത് കൊണ്ടാണ് ഒരു കോൺഗ്രസുകാരൻ വന്ന് ഞങ്ങളുടെ മുഖ്യമന്ത്രിയായി. കേരളത്തിലെ 2 കോൺഗ്രസിന്റെ വലിയ നേതാക്കന്മാർ, ആന്റണിയെ പോലെ ഇന്ത്യ ചർച്ച ചെയ്ത ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ഭാരതീയ ജനതാ പാർട്ടിക്കാരനായി. കേരളത്തിലെ ചാണക്യൻ എന്ന് വിശേഷിപ്പിച്ചിരുന്ന കോൺഗ്രസിലെ ചാണക്യൻ എന്ന് വിശേഷിപ്പിച്ചിരുന്ന കരുണാകരന്റെ മകൾ ശ്രീമതി പത്മജ
ഭാരതീയ ജനതാ പാർട്ടിയായി. ഇത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ പാരമ്പര്യത്തെ നിങ്ങൾ തമസ്കരിക്കുന്നത് കൊണ്ടാണ് കഴിവും പ്രാപ്തിയുമുള്ള ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ പാളയത്തിലേക്ക് കടന്നു വന്ന് ശ്രീമാൻ നരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ നായകനാണ്, ലോകത്തിന്റെ നായകനാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുള്ളത്. അങ്ങാടിയിൽ തോറ്റതിനോട് അമ്മയുടെ നെഞ്ചത്ത് കയറിയിട്ട് കാര്യമുണ്ടോ സുധീരൻ സാറേ? ഇല്ലല്ലോ. നിങ്ങളുടെ പാർട്ടി അങ്ങനെ ആയിപ്പോയി. ഇന്ന് കേരളത്തിൽ വിവിധങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിൽ, ഞാൻ ആലപ്പുഴ മത്സരിച്ച ആളാണ്. ആലപ്പുഴ മത്സരിച്ചപ്പോ ഇവിടെ ഞങ്ങൾക്ക് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഉണ്ട്. ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഉണ്ടെങ്കിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജയഗോവിന്ദേട്ടനെ ഈ പാർട്ടിയുടെ കാരണവരായിട്ട് തലയിൽ കൈവച്ച് അനുഗ്രഹിക്കാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കൃഷ്ണനെഴുത്തച്ഛന്റെ ആരാധനായിട്ടുള്ള സ്വർഗീയനായ കൃഷ്ണനെഴുത്തച്ഛന്റെ പാരമ്പര്യത്തെ തന്റെ സിരകളിൽ ഒഴുക്കിയിട്ടുള്ള ഒരു മകനെ ഞങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇന്നലെ കിട്ടിയതല്ല. 2015 മുതൽ ഈ കുടുംബവുമായി ഇഴചേർന്ന് ഞങ്ങൾ പ്രവർത്തിക്കുകയും ഞങ്ങൾ ജീവിക്കുകയും ഞങ്ങളുടെ ചേട്ടനായിട്ടോ ഗുരുതുല്യനായിട്ടോ അച്ഛന്റെ സ്ഥാനത്തോ വെച്ചുകൊണ്ട് ഞങ്ങൾ ജയഗോവിന്ദേട്ടൻ ആരാധിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രസ്ഥാനത്തിനകത്തേക്ക് ആളുകൾ കടന്നു വരുന്നത്. നാളെ ആരൊക്കെ വരാനിരിക്കുന്നു? ഞാൻ പറഞ്ഞില്ലേ, പത്മജ വന്നപ്പോ പത്രക്കാരനോട് ചോദിച്ചു, എന്താ ഇനി മുരളീധരൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടല്ലോ, ശ്രീമാൻ കെ മുരളീധരൻ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി മുരളേട്ട എന്ന് വിളിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമോ എന്ന് ഞങ്ങൾക്കറിയില്ല എന്നാണ് ഞാനന്ന് ആലപ്പുഴയിലെ മാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞത്. ഇപ്പൊ എന്താ സ്ഥിതി? യുദ്ധം നടക്കുകയാണ്. യുദ്ധം ഏതാണ്ട് നമ്മളുണ്ടാക്കിയ യുദ്ധമല്ല, പാകിസ്ഥാൻ എന്ന് പറയുന്ന അഹങ്കാരി രാഷ്ട്രം അവരുണ്ടാക്കിയ യുദ്ധമാണ്. 1971 ശ്രീമതി ഇന്ദിര നടത്തിയ യുദ്ധം. ആ യുദ്ധം വിജയിക്കാൻ വേണ്ടി പ്രതിപക്ഷത്തിന്റെ ലീഡറായിരുന്ന, പ്രഗത്ഭനായിരുന്ന, ആരാധനായിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയി ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ പിറകിൽ നിന്നുകൊണ്ട് അവർക്ക് ചൈതന്യം പകർന്നുകൊണ്ട്, അവർക്ക് ഉണർവ് പകർന്നുകൊണ്ട് രാജ്യം ഒറ്റക്കെട്ടായിട്ട് നിൽക്കും, ഞങ്ങൾ എല്ലാവരും നിങ്ങളോടൊപ്പമാണ് എന്നാണ് പറഞ്ഞത്. എന്നാൽ പാകിസ്ഥാനിൽ നിന്ന് വന്ന ഭീകരവാദികൾ, അന്താരാഷ്ട്ര ഭീകരവാദികളുടെ പണം പറ്റിക്കൊണ്ട് നമ്മുടെ കൊച്ചിയിലെ രാമചന്ദ്രേട്ടൻ എന്ന് പറയുന്ന പഴയകാല RSSന്റെ മുഖ്യ ശിക്ഷക ഉൾപ്പെടെ ടൂർ പോയപ്പോ കാശ്മീരിൽ വെച്ചുകൊണ്ട് അവരുടെ മതം ചോദിച്ച് അവരുടെ ഡ്രസ് അഴിച്ചു നോക്കിയിട്ട് അവരെ കൊലപ്പെടുത്താൻ വേണ്ടി ഭീകരവാദികൾ തീരുമാനിച്ചപ്പോ വിവാഹം കഴിഞ്ഞ് നെറ്റിയിലെ സിന്ദൂരത്തിന്റെ ഭംഗി ഉണങ്ങും മുമ്പാണ് ഒരു ചെറുപ്പക്കാരിയുടെ ഭർത്താവിനെ അവന്റെ മതം നോക്കി, അവന്റെ പേര് നോക്കി അവരെ വെടിവെച്ചു കൊന്നതെങ്കിൽ അതിനെ തുടർന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ കൂടെ നാട്ടിലും നിവർത്തി നിന്ന് നിൽക്കേണ്ട കോൺഗ്രസിന്റെ നേതാക്കന്മാരും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും എന്ത് സ്റ്റേറ്റ്മെന്റ് ആണ് അവരിറക്കിയത്? അവരെന്താ പറഞ്ഞത്? MA ബേബി പറഞ്ഞു, ഇത് 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞതുകൊണ്ട് വികാരമിളകിയിട്ടാണ് ഭീകരവാദികൾ മുന്നോട്ട് വന്നത് എന്നാണ് പറഞ്ഞത്. MA ബേബി ടൂർ പോയാലും വസ്ത്രം അഴിച്ചു നോക്കുമായിരുന്നു, കൊല്ലുമായിരുന്നു. പക്ഷെ ആ സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ, ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് MA ബേബിയുടെ ആയുസ്സിനൊക്കെ വേണ്ടിയിട്ട്. എന്നാൽ ഇത് 1971 ഇന്ദിരാഗാന്ധിക്ക് കൊടുത്തതുപോലുള്ള സപ്പോർട്ട് അത് ഈ രാജ്യത്ത് കൊടുക്കേണ്ടതിന് പകരം വളരെയധികം മനുഷ്യൻ അറക്കുന്ന രീതിയിൽ, വെറുപ്പുളവാക്കുന്ന രീതിയിൽ MA ബേബി സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നു. ASSയുടെ പത്ര റിപ്പോർട്ട് വരുന്നു. അവസാനം ഒമർ അബ്ദുള്ള പറഞ്ഞു, കാശ്മീരിലെ ഒമർ അബ്ദുള്ള BJP കാരനല്ല, ഒമർ അബ്ദുള്ള പറഞ്ഞു, ഭീകരവാദികളുടെ മുന്നിൽ കോൺഗ്രസ് നടത്തിയിട്ടുള്ള റിപ്പോർട്ട് ഉണ്ടല്ലോ, ആ കോൺഗ്രസ് നടത്തിയിട്ടുള്ള പത്രക്കുറിപ്പ് പിൻവലിക്കണം. പിൻവലിച്ചുകൊണ്ട് രാജ്യത്തെ ശ്രീമാൻ നരേന്ദ്രമോദിയുടെ രാജ്യത്തിന്റെ താൽപര്യത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പത്രക്കുറിപ്പ് ഇറക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് കാശ്മീരിൽ മീറ്റിംഗിന് തമ്പടിച്ചിട്ടുണ്ടായിരുന്ന മല്ലികാർജുൻ ഖാർഗെ ഉൾപ്പെടെ, കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഉൾപ്പെടെ, വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകൾ നയം മാറ്റിക്കൊണ്ട് മറ്റൊരു സ്റ്റേറ്റ്മെന്റുമായിട്ട് രാജ്യത്ത് മുന്നോട്ട് വന്നത്. നമ്മുടെ അമ്മമാരുടെ നെറ്റിയിലെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞിട്ട് സ്വന്തം ഭർത്താവിനെ വെടിവെച്ചു വന്നപ്പോ എന്നെയും കൂടി നിങ്ങൾ കൊല്ലുമെന്ന് പറഞ്ഞ ആ സ്ത്രീയോട് ഭീകരവാദി പറഞ്ഞു, നീ നിന്റെ നരേന്ദ്രമോദിയോട് പോയി പറ എന്നാണ് പറഞ്ഞത്. നരേന്ദ്രമോദി മാത്രമല്ല അത് കേട്ടത്, ഇന്ത്യയിലെ പട്ടാളം കേട്ടു. ഇന്ത്യയിലെ പട്ടാളത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ അവരുടെ ഭാര്യയെ, അവരുടെ അമ്മയെ, അവരുടെ കുഞ്ഞുങ്ങളെ വഴിയിൽ ഉപേക്ഷിച്ചുകൊണ്ട് അവർ യുദ്ധസന്നദ്ധരായി. അവർ മുന്നോട്ട് പോയി. അവർക്കറിയാം, പാകിസ്ഥാനിൽ നിന്ന് ഡ്രോണുകൾ വരുമ്പോൾ, പാകിസ്ഥാനിൽ നിന്ന് യുദ്ധ സാമഗ്രികൾ നമ്മുടെ ഭാരതത്തിന്റെ അതിർത്തിയിലേക്ക് വരുമ്പോ എന്തും സംഭവിക്കാമെന്നുള്ള ഉറച്ച ചിന്തയോടുകൂടി തന്നെയാണ് ഭാരതാംബയ്ക്ക് വേണ്ടി ജയ് വിളിച്ചുകൊണ്ട്, വന്ദേ മാതര ഗാനം ജപിച്ചുകൊണ്ട്, അമ്മമാരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മക്കളെ യാത്രയയച്ച ദേശാഭിമാനികളായിട്ടുള്ള നെറുകയിൽ സിന്ദൂരമണിഞ്ഞ അമ്മമാരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർച്ചാലുകൾ ഒലിച്ചിറങ്ങിക്കൊണ്ട് അവരെ യാത്രയാക്കുന്ന ദൃശ്യം കഴിഞ്ഞ ആഴ്ചയില് ബീഹാറിലെ പാട്നയിൽ എനിക്ക് നേരിട്ട് കാണാൻ സാധിച്ചു.
ഞാൻ ഡൽഹിയിലെ വിമാനത്താവളത്തിൽ ഇവിടെ കൊച്ചിയിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് എനിക്ക് ഡൽഹിയിൽ കാണാൻ സാധിച്ചു ഒരു കൊച്ചുകുട്ടി, അവനും അവന്റെ അമ്മയും കൂടി നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. ഞാൻ ചോദിച്ചു, മോന്റെ വീട് എവിടെയാണ്? അപ്പൊ പറഞ്ഞു, എന്റെ വീട് എനിക്ക് അറിയില്ല. കാരണം എന്താണ്? അവൻ വർഷങ്ങളായിട്ട് അവിടെ താമസിക്കുകയാണ്. എവിടേക്കാ പോകുന്നത്? അമ്മൂമ്മയെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. മോന്റെ കൂടെ ആരൊക്കെയാണുള്ളത്? ആ കുട്ടി എന്റെ അടുത്ത് വന്നിരുന്നപ്പോ ഞാൻ സംസാരിച്ചതാണ്. അപ്പൊ അവൻ പറഞ്ഞു, എന്റെ അച്ഛൻ വെടിവെക്കാൻ പോയിരിക്കുകയാണ് എന്നാണ് അവൻ പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിച്ചു, ആരാണ് അച്ഛൻ? പട്ടാളമാണ് എന്നാണ് പറഞ്ഞത്. മലയാളത്തിൽ അവൻ അവന്റേതായ വാക്കുകളിൽ ഈ രാജ്യത്തിന്റെ അതിർത്തിയിൽ കാവൽ നിൽക്കാൻ, വെടിവെപ്പ് നടത്താൻ, അല്ലെങ്കിൽ യുദ്ധസന്നദ്ധനായിട്ട് എന്റെ അച്ഛൻ പോയപ്പോ ഞാനും എന്റെ അമ്മയും കൂടിയിട്ട് കേരളത്തിലേക്ക് വരികയാണ് എന്ന് പറഞ്ഞ ഒരു കൊച്ചുകുട്ടിയെ എനിക്ക് കാണാൻ സാധിച്ചുവെങ്കിൽ എന്റെ ചങ്കിൽ കനലാണ് എരിഞ്ഞത്. കാരണം ഞാൻ പ്രാർത്ഥിച്ചു, അവന്റെ അച്ഛന്, ആ പട്ടാളക്കാരന് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് അറിയാത്ത ഒരു പട്ടാളക്കാരന് വേണ്ടി, അച്ഛന് വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിച്ചുവെങ്കിൽ ഈ രാജ്യത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഭരണകൂടത്തിന്, ആ ഭരണകൂടം നടത്തുന്ന തീരുമാനങ്ങളോടൊപ്പം പ്രതിപക്ഷത്തിന് ചേർന്ന് നിൽക്കാൻ സാധിച്ചില്ലെങ്കിൽ വരാൻ പോകുന്ന നാളുകളിൽ കോൺഗ്രസിലെ ഒരുപാട് നല്ല മനുഷ്യർ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വരും. അതിന് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്ത് കയറിയിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ വേണമെങ്കിൽ സുധീറിനെയും പോസ്റ്റർ അടിക്കുമ്പോ രമേശ് ചെന്നിത്തലയും ഒക്കെ ഒന്ന് മുന്നിൽ നിർത്തിക്കോ. ഇല്ലെങ്കിൽ വരാൻ പോകുന്ന നാളുകളിൽ അവരുടെയൊക്കെ ഭാവി കുടുംബാംഗങ്ങൾ BJP ആയിപ്പോയാൽ ഒരു തെറ്റും പറഞ്ഞിട്ട് കാര്യമില്ല മിസ്റ്റർ KC വേണുഗോപാൽ എന്നാണ് ഈ കാര്യത്തെ കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആരൊക്കെ വരുമെന്ന് ആർക്കറിയാം? കാരണം എന്താണ്? ഈ രാജ്യം 1971 ഇന്ദിരാഗാന്ധിയുടെ യുദ്ധം ജയിച്ചപ്പോ എന്താ പറഞ്ഞത്? ഇന്ദിര യുദ്ധത്തിൽ ജയിച്ചു എന്നാണ് പറഞ്ഞത്. ഭാരതം യുദ്ധത്തിൽ ജയിച്ചു, ഇന്ദിര രാജ്യത്ത് യുദ്ധത്തിൽ ജയിച്ചു. 2000 ആ സമയത്താണ് അമേരിക്കയുടെ പ്രസിഡന്റ് വിളിച്ചു പറഞ്ഞു ഇന്ദിരാഗാന്ധിയോട്, എന്താണ്, ഞാൻ അങ്ങോട്ടേക്ക് പടക്കപ്പൽ അയച്ചിട്ടുണ്ട്, അടങ്ങി ഒതുങ്ങി നിൽക്കണമെന്നാണ് പറഞ്ഞത്. ഇന്ദിരാഗാന്ധി മറുപടി കൊടുത്തു, പടക്കപ്പൽ അയച്ചിട്ടുണ്ടെങ്കിൽ കപ്പൽ തിരിച്ചു പോണോ എന്ന് ഞങ്ങൾ ഇന്ത്യക്കാർ തീരുമാനിക്കുമെന്ന് അന്ന് ഇന്ദിരാഗാന്ധി പറഞ്ഞു. ഇന്ന് 2025 നരേന്ദ്രമോദിയെ വിളിക്കാൻ ഒരു തലതൊട്ടപ്പനും അമേരിക്കയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അഭിനവ ഭാരതത്തിന്റെ ചരിത്രം എന്നുള്ളത്. ശ്രീമാൻ നരേന്ദ്രമോദിക്ക് അനുകൂലമായി ലോകത്തെ വലിയ വലിയ നയതന്ത്ര പ്രതിനിധികൾ ഒരുമിച്ചുകൂടി ഈ രാജ്യത്തിന്റെ മസ്തിഷ്കം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഹോം മിനിസ്റ്റർ നിന്നു, ഇവിടുത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് നിന്നു. അങ്ങനെയാണ് ഫേസ്ബുക്കിൽ നമ്മൾ വായിച്ചത് ജയ് ശ്രീറാം എന്ന്. എന്താണ്? രാജ്നാഥ് സിംഗിന്റെ ആറും അമിത്ഷായുടെ എയും മോദിജിയുടെ എമ്മും ചേർന്നുകൊണ്ട് വിദേശത്ത് മറ്റു സംസ്ഥാനങ്ങളിലും ലോകരാജ്യങ്ങളിലും ആളുകൾ പേരിട്ടു. എന്താണ്? റാം എന്ന് പേരിട്ടു. 3 ത്രിമൂർത്തികൾ ചേർന്ന് യുദ്ധം നയിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ. പക്ഷേ യുദ്ധം നയിക്കണമെന്ന് ആർക്കും ആഗ്രഹമില്ല. അയൽക്കാരനെ, പാകിസ്ഥാനിലെ ഒരാളെ പോലും കൊലപ്പെടുത്തണമെന്ന് നമ്മൾ ആഗ്രഹിച്ചില്ല. എവിടെയാണോ ഭീകരവാദി ഉള്ളത് ആ ഭീകരവാദിയെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് ഭീകരവാദ കേന്ദ്രങ്ങൾ ഇല്ലായ്മ ചെയ്യണമെന്ന് തന്നെയാണ് നമ്മുടെ രാജ്യം തീരുമാനമെടുത്തത്. എന്നാൽ യുദ്ധത്തിൽ നമ്മൾ വിജയിച്ചപ്പോ ആ യുദ്ധത്തിൽ പട്ടാളക്കാരന് സെല്യൂട്ട് കൊടുക്കാൻ തീരുമാനിച്ച കോൺഗ്രസിനോട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങളുടെ ഒരു സെല്യൂട്ടും ഈ രാജ്യത്തിന്റെ പൊന്നോമന പുത്രൻ ശ്രീമാൻ നരേന്ദ്രമോദിക്ക് വേണ്ട. ലോകം ഒരു ബിഗ് സല്യൂട്ട് ശ്രീമാൻ നരേന്ദ്രമോദിക്ക് കൊടുത്തു കഴിഞ്ഞു. പാകിസ്ഥാനും പാകിസ്ഥാന്റെ കൂടെ ഏത് കച്ചിത്തുരുമ്പിലും ചാവാൻ തീരുമാനിച്ച തുർക്കിയും ഒഴിച്ച് ഒരൊറ്റ രാജ്യം പോലും പാകിസ്ഥാൻ അനുകൂലമായി ചിന്തിച്ചിട്ടില്ല എന്നുള്ളത് ഈ നമ്മുടെ രാജ്യത്തിന്റെ ശക്തിയുടെ മുന്നേറ്റത്തിന്റെ ഒരു തീർച്ചയായിട്ടുള്ള ബാക്കി പത്രമായിട്ട് എന്റെയും നിങ്ങളുടെയും മുന്നിൽ നിലനിൽക്കുകയാണ്. അംബേദ്കർ എന്ന് പറയുന്ന മഹാരഥനെ, പാവപ്പെട്ടവരുടെ പടനായകനെ, ആ അംബേദ്കറെ തോൽപ്പിക്കാൻ പഴയകാല കോൺഗ്രസിന്റെ ലീഡർക്ക് സാധിച്ചുവെങ്കിൽ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രവർത്തനത്തെ മൂടിവെക്കാൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് സാധിച്ചുവെങ്കിൽ അവരെ എല്ലാം ഹൃദയത്തിലേക്ക് ആവാഹിക്കാൻ നമുക്ക് സാധിച്ചു. കേരളത്തിലെ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത പഴയകാല കോൺഗ്രസുകാരൻ കേളപ്പജിയെ ഹൃദയത്തിൽ ചേർക്കാൻ നമുക്ക് സാധിച്ചു. ശ്രീനാരായണ ഗുരുദേവനെ RSSന്റെ പ്രാതസ്മരണയിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു. ശ്രീനാരായണ ഗുരുദേവന്റെ ഫോട്ടോ അത് നമ്മുടെ RSSന്റെയും BJPയുടെയും കാര്യാലയങ്ങളിൽ വെക്കാൻ നമുക്ക് സാധിച്ചു. ഇവിടുത്തെ ചട്ടമ്പി സ്വാമികളും മന്നത്താചാര്യനും ഉൾപ്പെടെയുള്ള ധീരദേശാഭിമാനികളെ നെഞ്ചേറ്റാൻ നമുക്ക് സാധിച്ചതുപോലെയാണ് ആരാധനായിട്ടുള്ള
സ്വർഗീയനായിട്ടുള്ള കൃഷ്ണൻ എഴുത്തച്ഛന്റെ ഓർമ്മകൾക്ക് മുന്നിൽ നമ്മൾ എല്ലാവരും നിലകൊള്ളുന്നത്. അദ്ദേഹം ഒരു നിസ്സാരക്കാരനായിട്ടുള്ള വ്യക്തി ആയിരുന്നില്ല. അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ദേശീയവാദവുമായി ഇഴചേർന്ന് നിന്നുകൊണ്ട് ഈ അമണിശ്ശേരിയുടെ മാത്രമല്ല ഭാരതം എന്ന് പറയുന്ന രാജ്യത്തിന്റെ സ്വത്വത്തിന് വേണ്ടി, ആത്മാവിന് വേണ്ടി അദ്ദേഹം വ്രതമെടുക്കുകയും പ്രതിജ്ഞയെടുക്കുകയും ആ പ്രതിജ്ഞയോടുകൂടി അദ്ദേഹം ജീവിതത്തിൽ മുന്നോട്ട് പോവുകയും ആഴത്തിൽ സമരം നടത്തുകയും 1925 തന്റെ ഗ്രാമത്തിൽ ഒരു സാഹിത്യ സമൂഹം, അത് പെരിന്തേരി സാഹിത്യ സമൂഹം എന്ന് പേരിട്ടുകൊണ്ട് ഒരു വലിയ സാഹിത്യ സമൂഹത്തിന് നേതൃത്വം കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതിന്റെ സ്ഥാപക സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കാൻ ആരാധനായിട്ടുള്ള നമ്മുടെ സ്വർഗീയനായിട്ടുള്ള കൃഷ്ണൻ എഴുത്തച്ഛന് സാധിച്ചു. അവിടെ തന്നെ അക്കാദമിയിൽ അതിഥിയായിരുന്ന ആർത്തിക ശാസ്ത്രത്തിലും അതുപോലെ തന്നെ LLB-യിലും 1ാം റാങ്ക് നേടി. ചെറിയ ആളല്ല, 1ാം റാങ്ക് നേടി. വളരെയധികം ബുദ്ധിമാനും വളരെയധികം കഴിവും പ്രാപ്തിയും തെളിയിച്ച ഒരു മനുഷ്യൻ. അദ്ദേഹം ഒരു ഉയർന്ന പ്രൊഫഷണൽ സർക്കാർ ജോലി അദ്ദേഹത്തിന് ഉടനടി ലഭിച്ചു എന്നുള്ളതാണ്. എന്നാൽ കഴിവുകൾക്കപ്പുറം അദ്ദേഹം സ്വന്തം സമൂഹത്തിന് വേണ്ടിയിട്ടും സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ടും സർവസ്വവും മാറ്റിവെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിച്ചുവെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 1930 അദ്ദേഹത്തിന്റെ കവിതകളുടെ ഒരു സമാഹാരം അത് രാജ്യത്തിന്റെ മുന്നിൽ പുറത്തു വന്നു എന്നുള്ളതാണ്. അവിടെ തന്നെ നമുക്കറിയാം സർക്കാരിന്റെ നിരവധി അവാർഡുകൾ അദ്ദേഹത്തിന് കിട്ടി. അത് അദ്ദേഹത്തിന്റെ വലിയ പ്രമുഖമായിട്ടുള്ള ഒരു ലേഖനം, അത് കൊച്ചി രാജ്യത്തിന്റെ മുഖ്യ ചരിത്രമായിട്ട് ഇന്നും വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സാധിക്കുന്ന രീതിയിൽ ആ വലിയ ഒരു പാഠപുസ്തകത്തിന്റെ ചെറിയൊരു ഇതളായിട്ട് അത് ഹൃദയത്തിൽ സൂക്ഷിക്കാൻ സാധിക്കുന്ന രീതിയിൽ പാഠപുസ്തകത്തിന്റെ ഭാഗമാവാൻ അതിന് ആ കൃതിക്ക് രചനയ്ക്ക് സാധിച്ചു. 1930-കളിലാണ് ഹൈസ്കൂൾ പാഠപുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ ആത്മകഥയുണ്ടായി. 1997 കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് നേടാൻ അദ്ദേഹത്തിന്റെ ഈ ചിന്തകൾക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മുഴുവൻ ഈ രാഷ്ട്രത്തിന്റെ ആത്മാവിനോട് ചേർന്ന് നിന്ന പ്രവർത്തനങ്ങൾക്കും സാധിച്ചു എന്നുള്ളതാണ്. കൊച്ചി അഭിവൃദ്ധി എന്നുള്ള രീതിയിൽ, അഭിവൃദ്ധി പദ്ധതി എന്നുള്ള പേരിൽ ഇന്ത്യയുടെ സാമ്പ്രദായിക ത്രികോണം, ഭാഷാന്തരം എന്നീ ലേഖനങ്ങൾ അദ്ദേഹത്തിന്റെ നിയമസഭാ പ്രസംഗങ്ങളും അത് വളരെയേറെ ചാരുതയോട് കൂടിയിട്ട് ഇന്നത്തെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ നിലകൊള്ളുകയാണ്. കൊച്ചിയിൽ തന്നെ അദ്ദേഹത്തെ കുറിച്ച് മുഴുവൻ കൊച്ചി ഒരു വലിയ കിസാൻ പ്രക്ഷോഭം, കർഷക പ്രക്ഷോഭം നയിച്ചു. ആ കർഷക പ്രക്ഷോഭത്തെ നമ്മുടെ കിസാൻ മോർച്ച എന്നാണ് പറയുക, കർഷകരുടെ സംഘടനയെ. അവിടെ ഈ കിസാൻ പ്രക്ഷോഭം രാജ്യവ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടു. ആ സമയത്ത് തന്നെ കൊച്ചിയുടെ ജില്ലാ കോൺഗ്രസിന്റെ, ഇതാണ് കോൺഗ്രസുകാർക്കുള്ള ഒരു ബുദ്ധിമുട്ട്, ജില്ലാ കോൺഗ്രസിന്റെ പ്രസിഡന്റായി അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു. എന്നാൽ തെരഞ്ഞെടുത്ത സ്വർഗീയനായിട്ടുള്ള, ഇപ്പോഴത്തെ സ്വർഗീയനായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഈ സ്മരണയെ ആരാണ് വാർത്തയാക്കിയത്? ഭാരതീയ ജനതാ പാർട്ടിക്കാരല്ല. ഞാൻ ഇന്നലെ ആലപ്പുഴയിലായിരുന്നു. ആ പരിപാടി കഴിഞ്ഞ് തിരിച്ച് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ജില്ലയുടെ അധ്യക്ഷൻ പറഞ്ഞതനുസരിച്ച് എന്നെ ഓർമ്മപ്പെടുത്തി. ഞാൻ ആലപ്പുഴയിൽ നിന്ന് കൊട്ടാരക്കര പോയി, കൊട്ടാരക്കരയിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ട് തിരിച്ച് അർദ്ധരാത്രിയിലാണ് ഇവിടെ വന്നത്. നമ്മളാരും ഇത് വാർത്തയാക്കാൻ വേണ്ടിയിട്ടല്ല. ഞങ്ങൾ ധീരദേശാഭിമാനികളായിട്ടുള്ള ഇതുപോലെയുള്ള മനുഷ്യരുടെ മുന്നിൽ നിൽക്കുമ്പോൾ അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഞങ്ങൾ പുഷ്പാർച്ചന നടത്തുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഹൃദയം കൂടി കൊടുത്തുകൊണ്ട് ഇതുപോലെ ആകാൻ സാധിക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ ഇതുപോലെ വലിയവരാകാൻ എനിക്കും അടുത്ത തലമുറയ്ക്കും സാധിക്കട്ടെ എന്ന് ഉള്ളിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോ പൂക്കളും ഞങ്ങൾ അവിടെ അർപ്പിക്കുന്നത്. ഞങ്ങൾക്കിത് രാഷ്ട്രീയമല്ല സുധീരൻ സർ, ഞങ്ങൾക്കിത് ചിന്തയാണ്, ഞങ്ങൾക്കിത് പാരമ്പര്യത്തോടുള്ള പ്രതിജ്ഞയാണ്, ഞങ്ങൾക്കിത് സ്നേഹമാണ്. അദ്ദേഹത്തിന്റെ മകന്റെ കൈവിരലുകളിൽ ഞാൻ പിടിച്ചപ്പോ, ഞാൻ തൊട്ടപ്പോൾ എനിക്ക് എന്റെ ഓർമ്മയിലേക്ക് കടന്നു വന്നത് എന്റെ സ്വന്തം അച്ഛനെയാണ്, മരണപ്പെട്ടുപോയ അച്ഛനെയാണ്. അദ്ദേഹത്തിന്റെ കൈകളിൽ ഞാൻ പിടിക്കുമ്പോൾ ഇത്രയും മഹാനായിട്ടുള്ള ഒരു മനുഷ്യന്റെ മകനാണല്ലോ എന്നുള്ള ഓർമ്മകളും ചിന്തകളുമാണ് എന്റെ മനസ്സിനകത്തേക്ക് കടന്നു വന്നത്. ഞങ്ങൾക്ക് ഇതൊരു വികാരമാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ മനസ്സിലാക്കണം, ഭഗത് സിംഗനാണ് ഞങ്ങളുടെ ഹൃദയത്തിലിരിക്കുന്ന മറ്റൊരാൾ. ഭഗത് സിംഗൻ എന്ന് പറയുന്നത് രാജഗുരുവും സുഖദേവും ഭഗത് സിംഗനും ഒരുമിച്ച് ചെറുപ്പത്തിൽ, ചെറിയ പ്രായത്തിൽ, തീപ്പൊരി പ്രായത്തിൽ ജയിലിനകത്ത് പോകേണ്ടി വന്നു. ഒരു തെറ്റും ചെയ്തിട്ടല്ല, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം. ആ ജയിലിൽ പോയ ഭഗത് സിംഗിനെ തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചപ്പോ, തൂക്കിക്കൊല്ലുന്നതിന്റെ പിറ്റേ ദിവസം പുലർച്ചെ തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചപ്പോ തലേ ദിവസം ഭഗത് സിംഗിന്റെ പ്രഷർ നോക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ അവിടെ എത്തി. ഡോക്ടർ ഭഗത് സിംഗിനെ
അദ്ദേഹത്തിന്റെ പ്രഷർ പരിശോധിച്ചു, സുഖദേവിന്റെയും രാജഗുരുവിനെയും പരിശോധിച്ചു. പക്ഷെ പ്രഷറിൽ ഒരു വ്യത്യാസവുമില്ല. ഡോക്ടർ അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹം ദുഃഖിതനായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുനീർച്ചാലുകൾ ഒഴുകിയിറങ്ങി. ഈ രാജ്യത്തിനു വേണ്ടി പോരാട്ടം നടത്തിയ ഭഗത് സിംഗിന്റെ ജീവൻ അത് തൂക്കിലേറ്റപ്പെടുമല്ലോ എന്നുള്ള വേദനയോടുകൂടി ഡോക്ടർ കരഞ്ഞപ്പോ ഭഗത് സിംഗൻ സമാധാനിപ്പിച്ചു. കാരണം എന്തിനാണ് കരയുന്നത്? ഒന്നും വേദനിക്കാനില്ല. പക്ഷെ എന്റെ ഏറ്റവും അവസാനത്തെ ഒരു ആഗ്രഹം അത് നടപ്പിലാക്കി തരണം എന്ന് ഡോക്ടറോട് പറഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ആഗ്രഹം എന്തായിരുന്നു? ഏതെങ്കിലും ഒരു നല്ല ഭക്ഷണം കഴിക്കണം എന്നായിരുന്നില്ല, ഏതെങ്കിലും നല്ല ഒരു ഉടുപ്പ്, ഒരു വസ്ത്രം അണിയണം എന്നായിരുന്നില്ല. ആഗ്രഹം എന്ന് പറയുന്നത് എന്റെ ബന്ധുക്കളെ കാണണം എന്നായിരുന്നില്ല. ആഗ്രഹം എന്താണെന്ന് അറിയുമോ? ബ്രിട്ടന്റെ ചെരുപ്പു നക്കികളായ, ബ്രിട്ടന്റെ പണം പറ്റിക്കൊണ്ട് ജോലി ചെയ്യുന്ന, ഇവിടുത്തെ ഇന്ത്യക്കാരെ ഒറ്റിക്കൊടുത്തിട്ടുള്ള, ഈ ജയിലിനകത്ത് ജീവിക്കുന്ന, ബ്രിട്ടന്റെ പണം പറ്റുന്ന ഓരൊറ്റ പോലീസുകാരനും വന്ദേ മാതരം ജപിച്ചുകൊണ്ട് കൊലക്കയറിലേക്ക് ഞാനും സുഖദേവും രാജഗുരുവും നടന്നു നീങ്ങുമ്പോ ഞങ്ങളുടെ ശരീരത്തിൽ സ്പർശിക്കരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ അവസാനത്തെ ആഗ്രഹമെന്നാണ് ഭഗത് സിംഗൻ പറഞ്ഞത്. ആ ഭഗത് സിംഗന്റെ പിൻതലമുറക്കാരാണ് എല്ലാവരും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്, രാജ്യത്തിന് വേണ്ടി പോരാട്ടം നടത്തിയവർ. അതുകൊണ്ട് തന്നെ ഈ വീട്ടിലും അദ്ദേഹത്തിന്റെ നിദ്ര കൊള്ളുന്ന പ്രദേശത്തുമൊക്കെ നിൽക്കുമ്പോൾ വളരെ വലിയ ഒരു അനുഭൂതിയാണ്. സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, ഐക്യപ്പെടലിന്റെ വലിയൊരു അനുഭൂതിയാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ തലമുതിർന്ന കോൺഗ്രസുകാരുടെ ഭാവി തലമുറയിലെ മക്കൾ അവര് ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ കൊടി പിടിക്കാൻ സന്നദ്ധരാകുന്നുവെങ്കിൽ അത് ഞങ്ങളുടെ കുഴപ്പമല്ല, നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ കുഴപ്പമാണ് എന്ന് മാത്രം സൂചന നൽകിക്കൊണ്ട് ഇവിടെ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ഇത്രയും പ്രവർത്തിക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോട് സ്നേഹവും ഹൃദയവും ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. നമ്മൾ ഇനിയും മുന്നോട്ട് പോകും. അവണിശ്ശേരിയിൽ മാത്രമല്ല, തൃശൂർ, പേരൂരിൽ, വിവിധങ്ങളായ പ്രദേശങ്ങളില് 2 പഞ്ചായത്ത് പ്രസിഡന്റുമാരാണ് വേദിയിൽ ഇരിക്കുന്നത്. ഒന്ന് ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധിയായിട്ടുള്ള ഒരു പഞ്ചായത്ത് പ്രസിഡന്റും ഒരാൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രസിഡന്റും. തൃശൂർ ജില്ലയിൽ ഇതുപോലെ ഒട്ടനവധി പ്രസിഡന്റുമാർ നേതൃത്വം കൊടുക്കുന്ന നിരവധി പരിപാടികളിലൂടെ നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്നും അതിന് അവണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സഹായവും സഹകരണവും അടുത്ത പഞ്ചായത്തിലേക്കും ഉണ്ടാകട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ സ്മൃതി ദിനം അത് തീർച്ചയായിട്ടും അമരമാകണം എന്റെ രാഷ്ട്രം, വിശ്വതി നേടണം, നിഖില വൈഭവ പൂർണ്ണമാവണം, എവിടെയും ജനജീവിതം. ഈ പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഹൃദയത്തിൽ ഉരുക്കഴിച്ചുകൊണ്ട് സ്വർഗീയനായിട്ടുള്ള നമ്മുടെ കൃഷ്ണനെഴുത്തച്ഛന്റെ ഓർമ്മകൾക്ക് മുൻപിൽ അദ്ദേഹത്തിന്റെ മകനായിട്ട്, അദ്ദേഹത്തിന്റെ ഈ നാട്ടുകാരുടെ മുഴുവൻ മകനായിട്ട് നമ്മുടെ വേദിയിൽ നമ്മളോടൊപ്പമുള്ള ജയഗോവിന്ദൻജിയുടെ ആയുരാരോഗ്യത്തിനും അതുപോലെ തന്നെയുള്ള ഈ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥന നടത്തിക്കൊണ്ട് ഞാൻ എന്റെ പൂക്കൾ അവരുടെ കാൽപാദത്തിൽ അർപ്പിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങുന്നു. വന്ദേ മാതരം. ദേശസ്നേഹത്തിന്റെ പര്യായമായ സ്വാതന്ത്ര്യ സമര സേനാനി VR കൃഷ്ണനെഴുത്തച്ഛന്റെ ഓർമ്മകളെ ഞങ്ങളുടെ സിരകളിലേക്ക് അനയിച്ച ശോഭ ചേച്ചിക്ക് VRന്റെ കുടുംബത്തിന്റെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഭാരതത്തിലുടനീളം കോൺഗ്രസിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഒഴുകുന്ന ഒഴുക്ക് കേരളത്തിലും ആരാധ്യരായ കോൺഗ്രസ് നേതാക്കളായ K. കരുണാകരന്റെയും AK. ആന്റണിയുടെയും VR കൃഷ്ണനെഴുത്തച്ഛന്റെയും